ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാനോ മെഷീനിലെ ഒരു കിഡിലിൻ എപ്പിസോഡാണ്. ഇൻഫർമറിയിലെ 2 ആഴ്ചത്തെ ചികിത്സയ്ക്ക് ശേഷം നമ്മുടെ നായകൻ യോവോൺ തിരിച്ചു വരുന്നതും അവനെ ഒതുക്കെ നോക്കുന്നവർക്കൊക്കെ അവന് വീട്ടിൻ്റെ പണിയെടുക്കുന്നതായിട്ടുള്ളൊരു മാസ് എപ്പിസോഡാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണിക്കുന്ന അക്കാദമിയിലെ ഡ്രിൽ ഹാളാണ്. അവിടെ ഉച്ച സമയത്തെ ട്രെയിനിങ് നടക്കാൻ വേണ്ടിയിട്ടുള്ള ടൈമായി. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഓ, ഇത് അവനാണ് നമ്മുടെ ടീമിലെ രണ്ടാമത്തെ യങ് മാസ്റ്റർ. അവനെ നമ്മൾ ലാസ്റ്റായി കണ്ടിട്ട് 2 ആഴ്ചയായി. അതെ ഗൈസ്, അപ്പോൾ നമ്മുടെ യോവൺ 2 ആഴ്ചത്തെ റെസ്റ്റിന് ശേഷം തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇത് കണ്ട് അവിടെ നിൽക്കുന്ന നമ്മുടെ മുഹിയത്തിന് അത്രക്കണ്ട് സുഖിക്കണില്ല. അവൻ നോക്കുമ്പോൾ നമ്മുടെ യോവനെ ഡിസ്കസ്റ്റിംഗ് വെർമൻ എന്നൊക്കെ വിളിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ യോവനാണെങ്കിൽ ഒന്നും മൈൻഡാക്കുകയും ചെയ്യണില്ല. അവൻ നേരെ പ്രൊഫസറിൻ്റെ അടുത്ത് പോയിട്ട് റിപ്പോർട്ട് ചെയ്തു. ഞാൻ പൂർണ്ണമായിട്ടും റിക്കവറായി മാസ്റ്റർ, ഇനി ഞാൻ ഇതിലൊക്കെ പങ്കെടുക്കാൻ റെഡി ആയിട്ടാണ് വന്നിരിക്കണമെന്നൊക്കെ പറഞ്ഞു. പ്രൊഫസർ നമ്മുടെ യോവനോട് ചോദിച്ചു, എനിക്കറിയാം ഞാൻ നിന്നെ തിയറി മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ, പ്രാക്ടീസൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല എന്ന്. പക്ഷെ എന്നാലും ഞാൻ പഠിപ്പിച്ചതൊക്കെ എനിക്ക് ഓർമ്മയില്ലായും ചോദിച്ചു. യെസ് പ്രൊഫസർ എന്ന് യോവൻ പറഞ്ഞു. എങ്കിയൊക്കെ ഈ ഷീൽഡും സ്വാഡൊക്കെ എടുത്ത് നമ്മുടെ ഫോർമേഷനിൽ പോയി തന്നു നീ. അപ്പോഴും മുഖിയം ഭയങ്കരമായിട്ട് ചൊറിയാൻ നോക്കുന്നുണ്ട്. അപ്പോൾ യോവനോട് ചോദിക്കുന്നത്, നീ എന്താ ട്രെയിനിങ് ഒക്കെ പേടിച്ചിട്ട് ഒഴിച്ചിരിക്കുകയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ യോവനാണെങ്കിൽ മൈൻഡ് ചെയ്യാതെ പോയി. പക്ഷെ ഇത് മുഖിയത്തിനെ ഭയങ്കരമായിട്ട് ദേഷ്യം പഠിപ്പിച്ചു. അവനാണെങ്കിൽ ആകെ ദേഷ്യം പിടിച്ചിട്ട് എന്താണ് അവൻ ചെയ്തത്, അവനെ എന്നെ ഇഗ്നോർ ചെയ്ത് പോയോ, അവനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ ആകെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കും. പക്ഷെ നമ്മുടെ യോവനാണ് ഇതൊന്നും കാര്യമാകുന്നില്ല. യോവണ് മനസ്സിൽ വിചാരിച്ചു, എനിക്കിപ്പോൾ നിന്നോട് ചൂടാവാനൊന്നും ടൈമില്ല, നമുക്ക് നോക്കാം ആരാണ് നമ്മളിൽ ഭയങ്കരമായിട്ടുള്ള യോഗ്യൻ, നമുക്ക് പിന്നെ നോക്കാവുന്ന രീതിക്കാണ് യോവൺ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ട്രെയിനിങ് തുടങ്ങാൻ പോവുകയാണ്. പ്രൊഫസർ ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്തിട്ട് എല്ലാവരോടും ഫോർമേഷനിൽ റെഡിയായി നിൽക്കാൻ പറഞ്ഞു. മുന്നത്തെ പോലെ ഇനി എന്തെങ്കിലും ആക്സിഡൻറ്റ് എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ എൻ്റെ പവർ വെച്ച് ഞാൻ എന്തായാലും അവരെ പുറത്താക്കും. എല്ലാവർക്കും മനസ്സിലായില്ലേ, അപ്പോൾ ആരും ഒന്നും ഇനി കാട്ടാൻ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞു പ്രൊഫസർ. അപ്പോൾ അങ്ങനെ ട്രെയിനിങ് തുടങ്ങി. പ്രൊഫസർ മനസ്സിൽ വിചാരിക്കാൻ തുടങ്ങി, എനിക്കറിയാം മുഖിയൻ ഭയങ്കര അഹങ്കാരിയാണ്, പക്ഷെ എന്നാലും ഓൻ്റെ ടീമിനെ ലീഡ് ചെയ്യണ കാര്യത്തിൽ എന്തായാലും നല്ല രീതിക്കാണ് അവൻ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇപ്പോൾ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോവോണാണ്. അതുകൊണ്ടാണ് ഞാൻ അവനെ തീരെ മൂവ്മെൻ്റ് ഇല്ലാത്ത ഭാഗത്ത് കൊണ്ടുപോയി പ്ലേസ് ചെയ്തത്. അവിടുന്ന് അവന് മിസ്റ്റേക്കൊന്നും വരുത്തില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചതിനേക്കാളിലും അവന് ഇതൊക്കെ നല്ല രീതിക്ക് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. അവനെന്തായാലും അവൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ മൂവ്മെൻറ്റ്സൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഇടയിലൂടെ ഷീൽഡ് റെഡിയാക്കാനും ഫോർമേഷൻ റെഡിയാക്കാനൊക്കെ അവിടുന്ന് ഇവിടുന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ നല്ല രീതിക്ക് തന്നെയാണ് ചെയ്തു പോകുന്നത്. ഞാൻ അടുത്ത ഓർഡർ തരുന്ന വരെ ആരും അവിടുന്ന് ഇറങ്ങാൻ നിൽക്കരുത്. പിന്നെ 15 മിനിറ്റ് ശേഷമാണ് നമുക്ക് കാണിക്കണത്. പ്രൊഫസറെ വിളിച്ച് പറയണ്ട, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ആരും അനങ്ങരുതെന്നൊക്കെ പറഞ്ഞതല്ലേ, എല്ലാവരും ഒരുമിച്ച് നിൽക്ക്. ഈ ട്രെയിനിങ്ങും വെച്ചിട്ടാണോ നിങ്ങളെ ഓപ്പോസിറ്റുള്ള ഗ്രൂപ്പിനെയൊക്കെ തോൽപ്പിക്കാൻ പോകുന്നത്? എല്ലാവരും അലേർട്ടായിട്ട് നിൽക്ക്. ഇവിടെയുള്ള ബാക്കി എല്ലാ കുട്ടികളും 2 ആഴ്ചയായിട്ട് ട്രെയിനിങ് എടുത്തുകൊണ്ട് നിൽക്കുക. പക്ഷേ അവരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ യോവനാണ് അവരെക്കാളും മികച്ചതായിട്ട് നിൽക്കുന്നത്. അതെങ്ങനെയാണെന്ന് എനിക്ക് ഒട്ടും പിടി കിട്ടണില്ല. എന്തായാലും എനിക്ക് അവനൊന്നുകൂടി നല്ല രീതിക്കൊന്ന് വാച്ച് ചെയ്യണം. എല്ലാവരും ഫോർമേഷൻ സ്വിച്ച് ചെയ്യേ, എല്ലാവരും ഹാഫ് മൗണ്ട് ഫോർമേഷൻ ആവുക, മുഖ്യം വിളിച്ചു പറഞ്ഞു. എല്ലാവരും പെട്ടെന്ന് തന്നെ കാല് മുന്നോട്ടും ബാക്കോട്ടും ഒക്കെ വെക്കാൻ തുടങ്ങി. അപ്പോഴും നമ്മുടെ മുഖി ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അവൻ വിചാരിക്കാൻ തുടങ്ങി, എന്താണ് യോവണ് ഒരു തെറ്റ് പോലും ഇത്ര നേരമായിട്ടും വരുത്തണില്ലല്ലോ. എന്തായാലും നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവൻ അവൻ്റെ ശിങ്കിടിയായ ജാഹിയോണിനെ വിളിച്ചു. എന്നിട്ട് അവനോട് മൈൻഡ് വോയിസിലൂടെ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തേർഡ് ഫോർമേഷനിൽ ഞാൻ പറഞ്ഞത് എന്താണോ അതുപോലെ നീ അവനെ ചെയ്യണം. യെസ് യങ് മാസ്റ്റർ, ഞാൻ ചെയ്തേക്കാം. പെട്ടെന്ന് തന്നെ എല്ലാവരും തേർഡ് ഫോർമേഷനിലേക്ക് സ്വിച്ച് ചെയ്തു. നമ്മുടെ യോവണാണെങ്കിൽ അപ്പോഴും കൂളായിട്ട് നിൽക്കുക. അവൻ മനസ്സിൽ വിചാരിക്കാൻ തുടങ്ങി, ഇതെന്താ തീരെ ബുദ്ധിമുട്ടില്ലാത്തൊരു കേസാണല്ലോ. ആ, ഞാനും എൻ്റെ തലയിൽ സിമുലേഷൻ വീഡിയോ പ്ലേ ചെയ്യണോണ്ടാവും എനിക്ക് അത്രത്തോളം ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ പോണത്. അപ്പോൾ ഈ തേർഡ് ഫോർമേഷനിലാണെങ്കിൽ നമ്മുടെ യോവോൻ്റെ ബേക്കിലാണ് ഈ ജാഹിയോണ് വന്ന് നിൽക്കുന്നത്. അവൻ മനസ്സിൽ വിചാരിക്കാൻ തുടങ്ങി, ആ ഇപ്പം എന്തായാലും എനിക്ക്
പെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ അവൻ്റെ ബാക്കിൽ നിൽക്കുന്നത്. എന്നെപ്പോലത്തെ ഒരുത്തിനൊന്നും ഇവിടെ നിൽക്കാൻ തീരെ അർഹതയില്ലാന്നും പറഞ്ഞിട്ട് അവന് ചവിട്ടാൻ വേണ്ടി കാലോങ്ങിയതും നമ്മുടെ യോവണ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. യാഹ്യൂൺ ആകെ ഞെട്ടി. അവൻ വിചാരിച്ചു, എന്താ ഇത്, അവനെൻ്റെ പ്ലാനൊക്കെ മനസ്സിലായോ? ആ, എന്തായാലും കുഴപ്പമില്ല. അപ്പം അവന് ഡിഫൻസ് ഇല്ലാതെ നിൽക്കണം. എൻ്റെ എല്ലാ പവറും കൂട്ടി ഞാൻ നിനക്ക് ആരാണെന്ന് കാണിച്ചു തരാമെന്നും പറഞ്ഞ് ചവിട്ടാൻ ഓങ്ങിയതും പെട്ടെന്ന് ഷോക്ക് അടിച്ച് ബേക്കൊക്കെ തെറിച്ചുകൊണ്ട് പോയി. കുറേ ദൂരത്ത് പോയിട്ട് വീണ്ടും കിടന്നു. സംഭവം എന്താ വെച്ചാൽ ഷോക്ക് അടിച്ചിരിക്കുകയാണ്. പണ്ട് നമ്മുടെ ഹിയോബോങ്ങിന് ഷോക്ക് അടിച്ച് ഓർമ്മല്ലേ? ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കാണുന്നുണ്ടോ, നമ്മുടെ മേലെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പോൾ അതുപോലെ ഷോക്ക് അടിച്ച് തെറിച്ച് ബേക്കിക്ക് വീണതാണ്. പക്ഷെ നമ്മുടെ മുഖ്യം വിചാരിച്ച് ഇവനെന്താ, ഇവൻ്റെ പവർ കൊണ്ട് തന്നെ ഇവൻ ബേക്കിക്ക് തെറിച്ച് പോയെന്നുള്ള രീതിക്കാണ് മുഖ്യം ഞെട്ടി നിൽക്കണത്. ജാഹ്യൂണിനെ ഒന്നും മനസ്സിലാവില്ല. എന്തപ്പം ഉണ്ടായെന്നുള്ള മട്ടിലാണ് ഓൻ അവിടെ കിടക്കണത്. അവന് എൻ്റെക്കാട്ടിലും പവറുണ്ടോ, ഇവൻ ആരാണെന്നുള്ള രീതിക്കാണ് അവനവിടെ നിൽക്കണത്. പെട്ടെന്ന് നമ്മുടെ പ്രൊഫസർ മുന്നിലേക്ക് വന്ന് തന്നു. വീണ്ടും നീ തുടങ്ങിയോ? അവൻ എണീക്കാൻ നോക്കിയതും അവൻ്റെ കാലിന് ഭയങ്കര വേദന. അപ്പോഴും ശരിക്കും മനസ്സിലായിട്ടില്ല എന്താണ് സംഭവിച്ചത്. അവൻ മുന്നോട്ട് നോക്കുമ്പോൾ നമ്മുടെ യോവോണാണെങ്കിൽ അവിടുന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുക. അവൻ ദേഷ്യപ്പെട്ടുകൊണ്ട് മനസ്സിൽ വിചാരിച്ചു, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ നോക്കി നീ ഇങ്ങനെ ചിരിക്കും? പെട്ടെന്ന് നമ്മുടെ മാസ്റ്റർ പിന്നെ അവനെ വിളിച്ചു. നീ നിൻ്റെ ആ ഒരു ദേഷ്യപ്പെട്ടുള്ള മുഖം മാറ്റണതാണ് നിനക്ക് നല്ലത്. ജോഹ്യൂൺ പറഞ്ഞു, അല്ല പ്രൊഫസർ, ഞാനല്ല, അവനാണ്, അവൻ്റെ ബേക്കുന്നാണ്. പ്രൊഫസർ തിരിച്ചു ചോദിച്ചു, എന്താ അവനാണ്, ആരുടെ ബേക്കുന്ന്? നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചൊരു കുത്തു കൊടുത്തു. എന്നിട്ട് പിന്നെയും ചോദിക്കാൻ തുടങ്ങി, നീ തന്നെ അല്ലേ ഇതിനു മുന്നേ സ്റ്റുഡൻറ് നമ്പർ 23യെയും കുത്തി വീഴ്ത്തിയത്? ആ, ഇതിനെന്തായാലും നിനക്ക് പണിഷ്മെൻ്റ് ഉണ്ട്. ഇനിയുള്ള 3 ദിവസത്തിന് നിനക്ക് ഫ്രീ ടൈം ഇല്ല. ഫ്രീ ടൈം കിട്ടുന്ന ടൈമിൽ മൊത്തം നീ എൻ്റെ ഒപ്പം വന്നിട്ട് കൂടുതൽ ട്രെയിനിങ് ചെയ്യണം, ഉറങ്ങണത് വരെ. അതാണ് നിനക്കുള്ള ശിക്ഷ. പക്ഷെ പ്രൊഫസർ, നീ കൂടുതൽ എക്സ്ക്യൂസ് ഒന്നും എന്നോട് പറയാൻ നിൽക്കണ്ട. ഓക്കെ പ്രൊഫസർ. ബാക്കിയുള്ള മെമ്പേഴ്സ് അവിടെ നിന്ന് പറയാൻ തുടങ്ങി, എന്തൊരു മണ്ടനാണ് അവനല്ലേ, മുഖ്യത്തിൻ്റെ ഒപ്പം കൂടിയിട്ട് എന്തൊക്കെ ദുഷ്ടത്തിലാണ് അവൻ കാണിച്ചുകൊണ്ട് തുടങ്ങിയത്. ഇതവൻ അർഹതപ്പെട്ട തന്നെയാണ് കിട്ടിയത്. ഇതൊക്കെ കേട്ടുകൊണ്ട് മുഖിയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് കുറേ മാറി നമ്മുടെ റൈറ്റ് ഗാർഡിയൻ അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു, എന്തായാലും ഞാൻ ഉദ്ദേശിച്ചതിനേക്കാട്ടിലും ഇപ്പോൾ യോവോണിന് ഇൻറ്റേർണൽ പവർ ഉണ്ട്. ആ, അവൻ്റെ ടീച്ചർ റൈറ്റ് ഹാൻഡ് റോയൽ ബോഡി ഗാർഡല്ലേ, അതുകൊണ്ടാവും. പക്ഷേ എന്നാലും അതിനൊരു ചാൻസ് ഇല്ലല്ലോ. അവൻ ആ ഡ്രാഗൺ മാർബിൾ കാരണം അറ്റ്ലീസ്റ്റ് 30 വർഷത്തെ ഒരു പവറെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ആ കൊടിയൻ സിയോപ് മാങ് ആണെങ്കിൽ ഒരു നല്ല ടീച്ചർ തന്നെ അല്ല. പിന്നെ എങ്ങനെയാണ് ഇവന് ഈ പവറൊക്കെ കിട്ടിയത്? അല്ലെങ്കിൽ പിന്നെ അവന് ജന്മന ഇങ്ങനത്തെ പവറൊക്കെ അബ്സോർബ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടാവണം. ഞാൻ നോക്കിയിട്ടിപ്പോൾ അതവനെ ചാൻസ് ഉള്ളൂ. ആ, എന്തായാലും ഒരു ഗ്രൂപ്പിൽ തന്നെ 2 യങ് മാസ്റ്റേഴ്സ് തമ്മിലൊരു യുദ്ധം. കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്പാർക്ക് വേണ്ടിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കളി മാറും ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ. അടുത്ത എപ്പിസോഡുമായി വരുന്നവരെ ബൈ ബൈ.